മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ തലസ്ഥാന നഗരിയില് പുതിയൊരു ചരിത്രം പിറന്നിട്ട് നമ്മുടെ കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു? ഞാൻ ഏതായാലും ഒരു മാധ്യമത്തിലും ഇതിൻ്റെതായ പ്രാധാന്യത്തില് ഒരു വാർത്തയും കണ്ടിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തില് നരേന്ദ്രമോദി സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള വനിതാ സംവരണ ബില്ലിനെ അഭിനന്ദിച്ചു. അതിനെ എതിർത്ത CPM-നെയും കോൺഗ്രസിനെയും ശക്തമായിട്ട് എതിർത്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തില് പ്രമേയം പാസാക്കിയിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കേരളത്തില് നമ്മുടെ നിയമസഭയില് പൗരത്വ ഭേദഗതി മുതൽ പലസ്തീനെ അനുകൂലിക്കൽ മുതൽ ഇറാനെ അനുകൂലിക്കൽ മുതൽ ഇസ്രായേലിനെ എതിർക്കൽ മുതൽ ഇതൊക്കെ തന്നെ UDF-ഉം LDF-ഉം ഒരുമിച്ചൊരു പ്രമേയം പാസ്സാക്കലുണ്ട്. ഇത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഇതൊക്കെ തന്നെ വലിയ വാർത്തയും നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ കൊടുക്കാറുമുണ്ട്. ഇതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് നമ്മുടെ തലസ്ഥാന നഗരിയിലാണ് ഒരു പുതു ചരിത്രം ഇപ്പോ പിറന്നിരിക്കുന്നത്. രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ലിനെ അനുകൂലിച്ച് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് തിരുവനന്തപുരം കൗൺസിൽ യോഗത്തില് കോർപ്പറേഷൻ പ്രമേയം പാസാക്കിയിരിക്കും. ഇതൊരു പുതു ചരിത്രല്ലേ? ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമില് അതിൻ്റെതായ പ്രാധാന്യം ഡെപ്യൂട്ടി മേയർ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. ഒരു ചെറിയ ഭാഗം നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ ഒരുപാട് മുന്നിൽ വരണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജി വിമൻ റിസർവേഷൻ ബിൽ അമെന്റ്മെന്റോടുകൂടി പാസ്സാക്കുവാനായിട്ട് പാർലമെന്റിൽ കൊണ്ടുവന്നത്. ആർട്ടിക്കിൾ 370 ഒക്കെ തന്നെ എതിർത്തവർ, എന്തിന് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ പോലും എതിർത്തവർ ഇതിനെയും എതിർത്തു. കാരണം ഇത് ഒരിക്കലും സ്ത്രീകൾ മുന്നോട്ട് വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്. പുരുഷാധിപത്യം രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെ നിന്നാൽ മതി, പുരുഷന്മാരുടെ മുകളിലേക്ക് സ്ത്രീകൾ പോകണ്ട, അവർക്കൊരു 1-2 ആളുകളുണ്ട്, അതിൽ കൂടുതൽ മുകളിലോട്ട് പോകണ്ട. ഒന്നുകിൽ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടെ നിന്ന് ജയിക്കാത്തത് കൊണ്ട് നമ്മുടെ തിരുവനന്തപുരം, കേരളത്തിലെ വയനാട്ടിൽ നിന്ന് ജയിച്ച ശേഷം അവർ പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാകുമെന്നാണ് അവർ സൂചിപ്പിച്ചത്. പക്ഷേ പാർലമെന്റിൽ ഈ ഒരു നിയമം വന്നപ്പോൾ ഏറ്റവും ആദ്യം എതിർത്ത് സംസാരിച്ചതും പ്രിയങ്ക ഗാന്ധിയായിരുന്നു. അതുപോലെ കനിമൊഴി, ഇവരെ പോലുള്ളവർ മാത്രം മതി എന്നാണ് അവർ ചിന്തിക്കുന്നത്. ബാക്കി ആരും വരണ്ട, കാരണം ഞാൻ കഴിഞ്ഞാൽ പ്രളയം, വേറെ ആരും രാഷ്ട്രീയത്തിലോട്ട് വരണ്ട എന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ എത്ര സുന്ദരമായിട്ടാണ് ഡെപ്യൂട്ടി മേയർ ഈ സ്ത്രീ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? അവർ വ്യക്തമായിട്ട് എടുത്തു പറയുന്നു, പ്രിയങ്ക ഗാന്ധിയൊക്കെ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുമെന്ന് പറഞ്ഞിട്ട് നേരെ പാർലമെന്റിൽ എത്തുമ്പോ, സഭയിലെത്തുമ്പോ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സംവരണത്തെ ശക്തമായിട്ട് എതിർക്കുക. അതെങ്ങനെയാണല്ലോ കോൺഗ്രസില് ഒരു വനിതാ നേതാവ് എന്നൊക്കെ പറയുന്നത് ആരെ അവര് അംഗീകരിക്കൂ? രാഹുൽ ഗാന്ധിയുടെ പെങ്ങളായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയെ, രാഹുൽ ഗാന്ധിയുടെ അമ്മയായിട്ടുള്ള സോണിയ ഗാന്ധിയെ, ഇനി ആരെങ്കിലും ആ കുടുംബത്തിലുണ്ടെങ്കിൽ ആ സ്ത്രീകളെ മാത്രമേ അവർ വലിയ രീതിയിൽ പരിഗണിച്ചതാണല്ലോ വലിയൊരു യാഥാർത്ഥ്യം. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. സോണിയാഗാന്ധിക്ക് ഇപ്പോഴും രാജ്യസഭാ MP ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതേ സമയത്ത് കോൺഗ്രസിലെ, ഞാനൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം വളരെ വ്യക്തമായിട്ട്, മലയാള ന്യൂസ് ചാനലുകളൊക്കെ കാണുന്ന ഏതൊരാൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഈ ഷമാ മുഹമ്മദ് ഒക്കെ ഉണ്ടല്ലോ, സ്ത്രീ സംവരണത്തിനെതിരെ ചാടിവിയ ഈ ഷമാ മുഹമ്മദിനോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയൊക്കെ ഒന്ന് കണ്ട് പഠിക്കണം. അവരൊക്കെ എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നൊക്കെ ഒന്ന് കണ്ടുപഠിക്കണം. അവര് സ്ത്രീ സംവരണത്തേക്ക് എന്തിന് പിന്തുണയ്ക്കുന്നു എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഈ ഷമാ മുഹമ്മദ് ഒക്കെ അവര് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനില് എനിക്ക് മലബാറിൽ ഒരു സീറ്റ്, എനിക്ക് അവിടെ ഒരു സീറ്റ്, ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നില്ലേ, അങ്ങനെ ആക്കുന്നില്ലേ, ഇങ്ങനെ ആക്കുന്നില്ലേ എന്ന് എത്ര തവണ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ഷമാ മുഹമ്മദിന്റെ ശബ്ദം നമ്മൾ കേട്ടു. അതിനെ കോൺഗ്രസിന്റെ ലീഡേഴ്സ് K. സുധാകരൻ ഉൾപ്പെടെ പുച്ഛിച്ച് തള്ളിയതും നമ്മൾ മലയാളികൾ കേട്ടു. അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ വന്നു. ആ സമയത്തും ഈ ഷമാ മുഹമ്മദ് ഒക്കെ സീറ്റുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങൾ ഉയർത്തി. കാരണം മറ്റൊന്നല്ല, പരമാവധി ഒരു സീറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണമെന്ന് അവർ ആഗ്രഹിച്ചു.
ആ ആഗ്രഹത്തിലൊന്നും ഒരു തെറ്റൂല. അവരെത്ര കാലമായി ചാനലിലൂടെ നാഷണൽ മീഡിയാസിലൊക്കെ തന്നെ കോൺഗ്രസിന് വേണ്ടിയിട്ട് അവരുടെ നിലവാരത്തിന് അനുസരിച്ച്, അതായത് കോൺഗ്രസിന്റെ നിലവാരത്തിനനുസരിച്ചുള്ള ചർച്ചയ്ക്ക് അവര് പരമാവധി നടത്തിയിട്ടുണ്ട്. പക്ഷേ ശ്രീ ആയതിന്റെ പേരിലല്ലേ ഈ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഈ ഷമാ മുഹമ്മദിനൊക്കെ ലേശമെങ്കിലും വകതിരിവുണ്ടെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വനിതാ സംവരണ ബില്ലിനെയൊക്കെ ഒന്ന് അനുകൂലിക്കുക. കോൺഗ്രസിലൊക്കെയുള്ള എല്ലാ സ്ത്രീകൾക്കും ഏറ്റവും നല്ലത് നിങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ വനിതാ സംവരണ ബില്ലിനെ അനുകൂലിച്ചാൽ മാത്രം മതി. നിങ്ങളെല്ലാവരും കൂടി BJPയിലേക്ക് വരണമെന്നൊന്നുമില്ല. നിങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ വനിതാ സംവരണ ബില്ലെങ്കിലും നിങ്ങളൊന്ന് പിന്തുണച്ചാൽ അത് നാളെ രാജ്യത്ത് നടപ്പിലാവുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകൾക്കെതിരെയുള്ള കോൺഗ്രസിൽ തന്നെ നിങ്ങൾക്ക് മത്സരിച്ച് MP-യോ MLA-യോ ഒന്നുമില്ലെങ്കിലും മത്സരിക്കാനെങ്കിലും കളത്തിലിറങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. എന്തിനാണ് ഷമാ മുഹമ്മദ് ഒക്കെ 24 മണിക്കൂറും ഇപ്പോ വനിതാ സംവരണ ബില്ലിനെ എതിർക്കുക? യഥാർത്ഥത്തിൽ ഇത് സ്ത്രീകൾ എത്രത്തോളം ഉയർച്ചയിലേക്ക് എത്തുമെന്നുള്ളതൊക്കെ ഡെപ്യൂട്ടി മേയറൊക്കെ നിരന്തരം കേരള ജനതയോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ കേരളത്തിലൊക്കെ നിരവധി, അതായത് 30% സംവരണം എന്ന് പറയുമ്പോൾ എന്തുമാതിരി വലിയ രീതിയിൽ അവർക്ക് മത്സരിക്കാൻ സാധിക്കും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കൊക്കെ. അല്ലാതെ കോൺഗ്രസിലുള്ള ഏതെങ്കിലും സ്ത്രീകളെ കരുതുന്നുണ്ടോ നിങ്ങളിൽപ്പെട്ട ഒരു 10 പേരെയൊക്കെ കോൺഗ്രസ് മത്സരിപ്പിക്കുമെന്ന്? അതൊന്നും നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതേണ്ട. മുസ്ലിം ലീഗിലുള്ള ഇടതുപക്ഷത്തുള്ള സകല പാർട്ടിയിലെ ഈ പറയുന്ന ഇടതുപക്ഷം, ഈ പറയുന്ന മുസ്ലിം ലീഗ്, ഈ പറയുന്ന കോൺഗ്രസിലൊക്കെയുള്ള സ്ത്രീകൾ ഈ വിഷയത്തിലെങ്കിലും നരേന്ദ്രമോദിയെ പിന്തുണക്കോ. അതിന്റെ ഗുണവും നിങ്ങൾക്ക് തന്നെയാണ്. സ്ത്രീകളുടെ ഉയർച്ച, രാജ്യത്തെ സ്ത്രീകൾ, നാരീശക്തി എന്ന് നരേന്ദ്രമോദി സർക്കാർ വെറുതെ പറയുന്നതല്ല. രാജ്യത്തെ സ്ത്രീകൾ ഉയർച്ചയിലേക്ക് എത്തണമെന്നുള്ളത് നരേന്ദ്രമോദി സർക്കാർ അത്രത്തോളം ആഗ്രഹിച്ച് അത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സ്ത്രീ സംവരണ ബില്ല് എന്നൊക്കെ പറയുന്നത്. അതിനെയാണ് കോൺഗ്രസ് പുച്ഛിച്ച് തള്ളിയിട്ടുള്ളത്. കോൺഗ്രസ് അതിനെയാണ്, രാജ്യത്തെ സ്ത്രീകളെയാണ് കോൺഗ്രസ് പുച്ഛിച്ച് തള്ളിയിട്ടുള്ളത്. രാജ്യത്തെ സ്ത്രീകളെയാണ് കോൺഗ്രസ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അത് കോൺഗ്രസിലെ സ്ത്രീകളെങ്കിലും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കാൻ നോക്കൂ. എന്ത് തന്നെയായാലും നമ്മുടെ തലസ്ഥാന നഗരയിൽ ഒരു 1.5 തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്ര. ഇനി നമ്മുടെ കേരളത്തിലുടനീളം ഓരോ പഞ്ചായത്തുകളും ഓരോ കോർപ്പറേഷനുകളും വരും കാലത്ത് നിയമസഭയിലും നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണച്ചുള്ള പ്രമേയങ്ങളൊക്കെ ഇനി പാസ്സാവാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ കാലമൊക്കെ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. നമ്മുടെ തലസ്ഥാന നഗരിയിൽ കോർപ്പറേഷൻ BJP എടുത്തതോട് കൂടിയിട്ട് BJPയുടെ തുടക്കം തുടങ്ങിക്കഴിഞ്ഞു. ഇനി നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ വലിയൊരു റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ടുള്ള തിരഞ്ഞെടുപ്പിലൊക്കെ അതിവേഗം കേരളത്തിൽ താമര വിരിയുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.